السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ബഹുമാന്യരായ ഖുർആൻ പഠിതാക്കളെ, 77-ാമത്തെ അധ്യായം സൂറത്തുൽ മുർസലാത്തിലെ 1-2 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് തുടക്കം എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് ആദ്യം മുതൽ തന്നെ 1-2 ആയത്തുകളും ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന 3-4 ആയത്തുകളും ഒന്ന് ഓതിക്കൊണ്ട് തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والمرسلات عرفا فالعاصفات عصفا والناشرات نشرا فالفارقات فرقا. ഇതിൽ ആദ്യത്തെ 2 ആയത്തുകളുടെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയതാണ്. വൽ മുർസലാത്ത് ഉർഫൻ. മുർസലാത്ത് എന്ന് പറഞ്ഞാൽ അയക്കപ്പെടുന്നത് എന്നാണ്. അയക്കപ്പെടുന്നവ തന്നെയാണ് സത്യം. ഉർഫൻ തുടരെ. വൽ ആസിഫാത്ത് ഫൽ ആസിഫാത്ത് ആസ്ഫൻ. എന്നിട്ട് ശക്തമായി അടിച്ചു വീശുന്നത് തന്നെയാണ് സത്യം. എന്നിട്ട് ആ സത്യം തുടരുകയാണ്. ആ തുടക്കത്തിൽ വന്നിട്ടുള്ള വാവുണ്ടല്ലോ, ഖസമിൻ്റെ വാവ്, സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാവ്. അപ്പം ആ വാവിൻ്റെ അർത്ഥം ഇനിയുള്ള ആയത്തുകളിലൊക്കെ ഇങ്ങനെ തുടർന്ന് പോകും. കാരണം അതിനോട് ചേർത്താണ് ഇനിയും പോകുന്നത്. നമുക്ക് 3-ാമത്തെ ആയത്ത് നോക്കാം. 3-ാമത്തെ ആയത്ത് പറയുന്നത് വന്നാശിറാത്തി നശ്റൻ. ആ ആയത്തും മുന്നുള്ളതിലേക്ക് ചേർത്ത് പോവാണ്. ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ വാവ് എന്ന് പറയുന്നത്. ചേർക്കാൻ വേണ്ടി വാവ് ഉപയോഗിക്കും, ചിലപ്പം ഫാവ് ഉപയോഗിക്കും, ചിലപ്പോൾ സുമ്മയൊക്കെ ഉപയോഗിക്കും. ഇപ്പം മുഹമ്മദും അഹ്മദും 2 പേരുകളാണത്. അപ്പോൾ അത് രണ്ടിനെയും കൂടി ചേർത്ത് പറയാൻ വേണ്ടി മുഹമ്മദുൻ വ അഹ്മദു എന്ന് പറയാം. മുഹമ്മദും അഹ്മദും. മുഹമ്മദുൻ വ അഹ്മദു. ഇപ്പോൾ മുഹമ്മദും അഹ്മദും വന്നു. ജാഅ മുഹമ്മദുൻ വ അഹ്മദു. ചിലപ്പോൾ അങ്ങനെ ചേർക്കാൻ വേണ്ടിയിട്ട് വാവല്ല ഉപയോഗിക്കുക, ചിലപ്പോൾ ഫ ഉപയോഗിക്കുക. അത് ഇതേ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ പറയാം? ജാഅ മുഹമ്മദുൻ ഫ അഹ്മദു. മുഹമ്മദും വന്നു, അഹ്മദും വന്നു. പക്ഷേ അവിടെ ചെറിയൊരു വ്യത്യാസം എന്താ വെച്ചാൽ, ജാഅ മുഹമ്മദുൻ വ അഹ്മദു എന്ന് പറഞ്ഞാൽ മുഹമ്മദും അഹ്മദും വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ജാഅ മുഹമ്മദുൻ ഫ അഹ്മദു എന്ന് പറഞ്ഞാൽ ഫ കൊണ്ടാണ് രണ്ടിനെയും ചേർക്കുന്നതെങ്കിൽ മുഹമ്മദ് വന്നു എന്നിട്ട് അഹ്മദ് വന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ് തൊട്ടുടനെ അടുത്തത് എന്ന ആശയം വരാൻ വേണ്ടിയിട്ടാണ് ഈ ഫ കൊണ്ട് 2 കാര്യങ്ങൾ എന്ത് ചെയ്യുക, യോജിപ്പിക്കുക. ഇവിടെ ഇങ്ങനെ യോജിപ്പിച്ച് പോവുക. ആദ്യത്തെ ആയത്ത് പറഞ്ഞു വൽ മുർസലാത്തി ഉർഫ, വൽ മുർസലാത്തി അയക്കപ്പെടുന്നവ തന്നെയാണ് സത്യം. 2-ാമത്തെ ആയത്തിൽ അതിനോട് ചേർത്തിട്ട് അടുത്ത കാര്യത്തെ കൊണ്ട് സത്യം ചെയ്തു. ഫൽ ആസിഫാത്തി അടിച്ചു വീശുന്നവ തന്നെയാണ് സത്യം. അത് മറ്റേതിനോട് ചേർത്തതാണ്. അതുകൊണ്ടാണ് അൽ ആസിഫാത്തി എന്ന് വന്നിട്ടുള്ളത്. ഖസമിൻ്റെ വാവിലേക്ക് അതും ചേർക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ചേർക്കാൻ ഉപയോഗിച്ച ആ 2 പദങ്ങളെയും ചേർക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദം വാവല്ല, ഫ ആണ്. ഫ വരുമ്പം അർത്ഥം എന്താവുന്നു, ആശയം എന്താവുമെന്ന് വെച്ചാൽ അയക്കപ്പെടുന്നവ തന്നെയാണ് സത്യം. എന്നിട്ട് എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് ശേഷം ശക്തമായി അടിച്ചു വീശുന്നവ തന്നെയാണ് സത്യം. ഇനി വീണ്ടും അതിനോട് ചേർത്ത് പറയാണ് 3-ാമത്തെ ആയത്തിൽ വന്നാശിറാത്തി നശ്റാ, വന്നാശിറാത്തി നശ്റാ. ഇവിടെ 3-ാമത്തെ ആയത്തും മുന്നുള്ളതിനോട് ചേർത്തുകൊണ്ട് തന്നെ പറഞ്ഞു പോവാം. പക്ഷെ ആ ചേർക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന അക്ഷരം വാവാണ്. 2-ാമത്തെ ആയത്തിൽ ഫ കൊണ്ടായിരുന്നു ചേർത്തത്. 3-ാമത്തെ ആയത്തിൽ വാ കൊണ്ടാ. വന്നാശിറാത്ത്, നാശിറാത്ത് തന്നെയാണ് സത്യം. ആസിഫാത്ത്, മുർസലാത്ത്, നാശിറാത്ത്. ഇപ്പോൾ 3-ാമത്താണ് പറയുന്നത്. മുർസലാത്ത് അയക്കപ്പെടുന്നവ, ആസിഫാത്ത് അടിച്ചു വീശുന്നവ, നാശിറാത്ത്. അപ്പോൾ എന്തായിരിക്കും നാശിറാത്ത് എന്ന് പറഞ്ഞാൽ? നഷറ എന്ന് പറഞ്ഞാൽ ഇപ്പം നഷറ സൗബ എന്ന് പറയും. സൗബ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമുക്ക്? സൗബ് എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്നാ. നഷറ സൗബ വസ്ത്രം നഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ബസത്തഹൂന
ബസത്ത എന്ന് പറഞ്ഞാൽ വിരിച്ചു എന്നാണ്. അപ്പോൾ ചുരുണ്ടൊരു സാധനം ഇങ്ങനെ നേർത്തി വിരിച്ചു വെക്കുക, അതിന് നഷറ എന്ന് പറയും. ഇപ്പം നഷറ കിതാബൻ ജദീദ് എന്ന് പറയാം, അല്ലെങ്കിൽ നഷറൽ കിതാബ, ഒരു പുസ്തകം നഷർ ചെയ്തു. പുസ്തകം നഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, പുസ്തകം ഇങ്ങനെ വിരിക്കാൻ പറ്റൂലല്ലോ, അല്ലെങ്കിൽ ഒരു പുതിയ പുസ്തകം നഷർ ചെയ്തു. തുണിയൊന്നും വിരിക്കുന്നത് പോലെ വിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ പുസ്തകം നഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പുസ്തകം നഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രിൻറ്റിങ് ആൻഡ് പബ്ലിഷിംഗ് ഹൗസ് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രിൻറ്റിങ് ആൻഡ് പബ്ലിഷിംഗ് ഹൗസ്, പ്രിൻറ്റിങ്ങിന് അറബി പറയാം തിബാഅത്ത് എന്നാണ്, പബ്ലിഷ് ചെയ്യുന്നതിന് പറയാ നഷർ ചെയ്യാന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രിൻറ്റിങ് ആൻഡ് പബ്ലിഷിംഗ് ഹൗസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് ഇപ്പോൾ അൽ ഹിലാൽ എന്നൊരു പ്രിൻറ്റിങ് ആൻഡ് പബ്ലിഷിങ്ങിൻ്റെ പേരാണെന്ന് വിചാരിക്കുക. അൽ ഹിലാൽ ലിത്തബഇ വന്നഷർ എന്ന് പറയാം, അല്ലെങ്കിൽ ലിത്തിബാഅത്തി വന്നഷർ. അൽ ഹിലാൽ പ്രിൻറ്റിങ് ആൻഡ് പബ്ലിഷിംഗ് ഹൗസ് എന്നൊക്കെ പറയാം. തിബാഅത്ത് എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ചെയ്താൽ മാത്രം പോരല്ലോ പുസ്തകം, അത് ആളുകളിലേക്ക് എത്തണ്ടേ, അതിനാണ് പബ്ലിഷ് ചെയ്യുക എന്ന് പറയാം. പബ്ലിഷ് ചെയ്യുക, അതിനാണ് നഷർ എന്ന് പറയാം. നഷറ എന്ന് പറഞ്ഞാൽ അതാണ് വിരിച്ചു എന്നോ, അല്ലെങ്കിൽ പരസ്യപ്പെടുത്തി, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തു എന്നോ ഒക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ പറയുന്നത് അങ്ങനെ നാഷിറാത്ത് എന്ന് പറഞ്ഞാൽ വിരിക്കുന്നത്, നാഷിറാത്ത് എന്ന് പറഞ്ഞാൽ വിരിക്കുന്നവ, അല്ലെങ്കിൽ പരത്തുന്നവ തന്നെയാണ് സത്യം. ആ സത്യത്തിൻ്റെ വാവിലേക്ക് ഇതൊക്കെ ചേർന്ന് പോവാണ്. അവ തന്നെയാണ് സത്യം. എങ്ങനെ? നഷ്റൻ, ഒരു പരച്ചൽ, അല്ലെങ്കിൽ ഒരു വിരിക്കൽ അല്ലെങ്കിൽ ഒരു പരത്തൽ. അപ്പോൾ ഒരു പരത്തുന്നവ, അല്ലെങ്കിൽ ഒരു വിരിക്കുന്നവ, അല്ലെങ്കിൽ ഒരു പബ്ലിഷ് ചെയ്യുന്നവ തന്നെയാണ് സത്യം. എന്തിനെ കുറിച്ചാണ് പഠിച്ചോ സത്യം, എന്തിനെ പിടിച്ചിട്ടാണ് പഠിച്ചോ സത്യം ചെയ്യുന്നത്? അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിച്ചോൻ ഏത് 5 കാര്യങ്ങളെ തൊട്ടാണോ ഇവിടെ സത്യം ചെയ്തിട്ടുള്ള ആ 5 കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുക, ഒന്ന് വിശദീകരിക്കുക. അതെന്തൊക്കെയാവാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്ന് ഇവിടെ പറയുന്ന. ഏതായിരുന്നാലും നമ്മൾ 30ാമത്തെ ജുസു വായിച്ചപ്പം അതിൽ ഇതേപോലെ കുറേ സാധനം വായിച്ചിട്ടില്ലേ. വല്ല ആദിയാത്തി ദബഹൻ, കിതച്ചുകൊണ്ട് ഓടുന്നവ തന്നെയാണ് സത്യം. അപ്പോൾ അത് എന്തിനെക്കുറിച്ചായിരിക്കും പറഞ്ഞത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്, കുതിരയെക്കുറിച്ചായിരിക്കും പറഞ്ഞത്. അതേപോലെ വന്നാസിആതി ഗർഖൻ, മുഴുകി പ്രവേശിച്ചുകൊണ്ട് ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം. അത് മരണത്തിൻ്റെ മലക്കിനെ കുറിച്ചായിരിക്കും അള്ളാഹു, അതിനെ തൊട്ടായിരിക്കും അള്ളാഹു സത്യം ചെയ്തത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അല്ലാതെ ചിലപ്പോൾ നക്ഷത്രങ്ങളെ കുറിച്ചായിരിക്കും എന്നൊക്കെ. അതേപോലെ ഇവിടെ തുടർച്ചയായി അയക്കപ്പെടുന്നവ തന്നെയാണ് സത്യം. അതിശക്തമായ ഒരു അടിച്ചു വീശുന്നവ തന്നെയാണ് സത്യം. ഒരു വിതറൽ, അല്ലെങ്കിൽ ഒരു വിരിക്കൽ, അല്ലെങ്കിൽ ഒരു പരത്തുന്നവ തന്നെയാണ് സത്യം. അല്ലെങ്കിൽ ഒരു പബ്ലിഷ് ചെയ്യുന്നവ തന്നെയാണ് സത്യം. ഇതാര്, എന്ത് പബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് വിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് പരത്തുന്നത്, എന്ത് വിതറുന്നത്, എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അത് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, എന്തിനെക്കുറിച്ചാവാം എന്നതിനെക്കുറിച്ച് നമുക്ക് ലാസ്റ്റ് ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ 3ാമത്തെ സത്യം എന്തിനെ തൊട്ടാണ്? നഷർ ചെയ്യുന്നവ തന്നെയാണ് സത്യം എന്നാണ്. നഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വിശദീകരിച്ചു. നഷ്റൻ, ഒരു നഷർ ചെയ്യൽ, ഒരു പരച്ചൽ പരത്തുന്നവ തന്നെയാണ് സത്യം. ഇനി 4ാമത്തെ ആയത്ത് ഫൽഫാരിഖാതി ഫർഖാ. 4ാമത്തെ ആയത്തിൽ നിങ്ങൾ നോക്കി, ചേർക്കുക എന്നുള്ളതിന് അറബിയിൽ ആത്തുഫ് ചെയ്യുക എന്ന് പറയുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുഹമ്മദിനെ അഹമ്മദിലേക്ക് ആത്തുഫ് ചെയ്തു, അല്ലെങ്കിൽ അഹമ്മദിനെ മുഹമ്മദിലേക്ക് ആത്തുഫ് ചെയ്തു, ചേർത്തു. മുഹമ്മദും അഹ്മദും. ഇവിടെ ആത്തുഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അക്ഷരം ഏതാ? വാവാണോ ഫ ആണോ? 4ാമത്തെ ആയത്തിൽ ഫ ആണ്. 3ാമത്തെ ആയത്തിൽ ഏതായിരുന്നു? 3ാമത്തെ ആയത്തിൽ വാവാണ്. 2ാമത്തെ ആയത്തിൽ ഏതായിരുന്നു? 2ാമത്തെ ആയത്തിൽ ഫ ആയിരുന്നു. അപ്പോൾ 2ാമത്തെ ആയത്ത് പറഞ്ഞ കാര്യം മറ്റേതിന് തൊട്ടുടനെ സംഭവിക്കുന്നതാണ്.
അയക്കപ്പെടുന്നവ തന്നെയാണ് സത്യം, എന്നിട്ട് അടിച്ചു വീശുന്നവ തന്നെയാണ് സത്യം. മൂന്നാമത്തെ ആയത്ത് പറഞ്ഞാൽ അങ്ങനെ തൊട്ടുടനെ ഒന്നും പറയാൻ പറ്റില്ല. വന്നാശിറാത്ത് നശ്ർ ചെയ്യുന്നവ തന്നെയാണ് സത്യം, പരത്തുന്നവ തന്നെയാണ് സത്യം, അല്ലെങ്കിൽ വിതറുന്നവ സത്യം തന്നെയാണ് സത്യം. അത് തൊട്ടുടനെ ഒന്നുമില്ല, ഒന്നിന് ശേഷം ഒന്നുമില്ല. വന്നാശിറാത്ത് അങ്ങനെ നശ്ർ ചെയ്യുന്നവ തന്നെയാണ് സത്യം. എന്നാലോ നാലാമത്തെ ആയത്തിൽ ഫ എന്നിട്ട് അൽ ഫാരിഖാത്തി അതേപോലെ തന്നെയുള്ള പദമാണ്. ആസിഫാത്തി നാശിറാത്തി ഫാരിഖാത്തി. എന്താ ഫാരിഖത്ത് എന്ന് പറഞ്ഞാൽ? ഫറഖ എന്ന് പറഞ്ഞാൽ വിഭജിച്ചു എന്നൊക്കെ അർത്ഥം. വിഭജിച്ചു. ഫിർഖത്ത് എന്ന് പറയും ഗ്രൂപ്പിന്. ഗ്രൂപ്പ് എന്നാ ഫിർഖത്ത് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ടീം രണ്ടായിട്ട് എന്ത് ചെയ്യും? വിഭജിക്കപ്പെട്ടു. അപ്പോൾ രണ്ട് ഫിർഖത്തുകളായി എന്ന് പറയാം. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ വടി കൊണ്ട് കടലിനടിച്ചപ്പോൾ രണ്ട് ഫിർഖത്തായി മാറുന്നു. ഫക്കാനത്ത് കുല്ലു ഫിർഖത്തിൻ, രണ്ട് ഫിർഖത്ത് എന്ന് പറയുന്നുണ്ട്. രണ്ട് ഫിർഖത്തായി മാറുക, രണ്ട് ഭാഗമായിട്ട് വേർതിരിക്കപ്പെടുക. ഫറഖ എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ വിഭാഗങ്ങളായി തിരിക്കുന്ന. വലാത്ത തഫറഖു എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. നിങ്ങൾ ഫിർഖത്താവരുതെന്ന്, നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം, ജമാഅത്തായി നിൽക്കണം. എന്താവരുത്? ഫിർഖത്തായിട്ട് എന്ത് ചെയ്യരുത്? നിൽക്കരുതെന്ന്. ഓരോ വിഭാഗങ്ങളായിട്ട് നിൽക്കരുത്, ഒന്നിച്ച് നിൽക്കണമെന്ന്. ഫിർഖത്ത് എന്ന് പറഞ്ഞതാണ്. ഫറഖ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിഭജിച്ചു എന്നർത്ഥം. അപ്പോൾ ഫാരിഖത്ത് എന്ന് പറഞ്ഞാൽ വിഭജിക്കുന്നത് എന്നായിരിക്കും. ഫാരിഖാത്ത് വിഭജിക്കുന്നവ തന്നെയാണ് സത്യം. അതും ഫ വെച്ചിട്ടാണ്. എന്നിട്ട് നശ്ർ ചെയ്തിട്ട് വന്നാശിറാത്തി നശ്ര, ഒരു നശ്ർ ചെയ്യൽ, നശ്ർ ചെയ്യുന്നവ തന്നെയാണ് സത്യം. എന്നിട്ട് ഫ, അതുകൊണ്ട് ഫ വന്നിട്ട്. എന്നിട്ട് ഫൽ ഫാരിഖാത്തി വിഭജിക്കുന്നവ തന്നെയാണ് സത്യം. ഫർഖൻ നേരത്തെ വന്നതുപോലെ തന്നെ ഒരു വിഭജിക്കൽ, വിഭജിക്കുന്നവ തന്നെയാണ് സത്യം. ഫൽ ഫാരിഖാത്തി ഫർഖൻ എന്നിട്ട് ഒരു വിഭജിക്കുന്നവ തന്നെയാണ് സത്യം. അപ്പോൾ 4 ആയത്തുകളാണ് നമ്മൾ അർത്ഥം വായിച്ചിട്ടുള്ളത്. ഇനി ഇതില്ലേ ഈ 3-4 ആയത്തുകളിൽ പാരായണം ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കണമല്ലോ. നമ്മൾ പറഞ്ഞിരുന്നു ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയത്തിൽ അങ്ങനെ പ്രത്യേകമായിട്ട് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളൊന്നുമില്ല. എന്നാൽ ഒന്നാമത്തെ ആയത്ത് തീരുന്ന സമയത്ത് നമ്മൾ അവിടെ നിർത്താതെ രണ്ടാമത്തെ ആയത്തിനോട് ചേർത്ത് പോവുകയാണെങ്കിൽ റുഫ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? പോകണം. അതേപോലെ ഇവിടെയും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും വന്നാശിറാത്തി അവിടെ വാവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു അലിഫും ലാമും ഒക്കെ കാണുമെങ്കിലും അത് വായിക്കൂല. പിന്നെ വാവ് കഴിഞ്ഞാൽ പിന്നെ വായിക്കുന്ന അക്ഷരം ഏതാ? നൂനാണ്. ശരിക്കും നഷറ, നാഷിറത്ത്, നാഷിറാത്ത് ഒരു നൂനേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ നാഷിറാത്തി എന്നാണ് വായിക്കുക. വാ കഴിഞ്ഞാൽ പിന്നെ നാഷിറാത്തി, വന്നാഷിറാത്തി, വനാഷിറാത്തി എന്നല്ല, വന്നാഷിറാത്തി. അപ്പം നൂന് അവിടെ ഡബിൾ ആവുന്നുണ്ട്. ശബ്ദ വരാന്ന് പറഞ്ഞാൽ എന്താ? ന, അതാണ് എന്നാവുന്നത്. ഒരു സാക്കിനായ നും പിന്നെ ഒരു ഫതഹുള്ള നായും, അതാണ് എന്നാവുന്നത്. പക്ഷെ നാഷിറാത്ത് എന്ന് പറഞ്ഞ പദത്തിൽ ശരിക്കും 2 നൂനുണ്ടാവും. ഒരു ന് പിന്നെ ഒരു ന ഇല്ല, ഒരു ന മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ അതിൻ്റെ മുന്നൊരു ന് വന്ന് അതെന്താ സംഭവം എന്നറിയാമോ? അവിടെ ശരിക്കും ഒരു അലിഫ് ലാം ഉണ്ടല്ലോ അതിൻ്റെ മുന്നേ. നിങ്ങൾക്ക് എഴുത്തിൽ നോക്കിയാൽ കാണാം. വാ കഴിഞ്ഞാൽ പിന്നെ ഒരു അലിഫും ലാമുണ്ട്. ആ ലാം ശരിക്ക് ഉച്ചരിക്കേണ്ടതാണ്, പക്ഷെ ഇവിടെ ഉച്ചരിക്കുന്നില്ല. പകരം ആ ലാമിനെ നമ്മൾ നൂനിലേക്ക് അങ്ങ് പൂർണ്ണമായി ചേർത്തു. അപ്പോൾ ആ ലാമ് നൂനായിട്ട് മാറി. വൽ നാഷിറാത്ത് എന്ന് പറയാതെ വന്നാഷിറാത്ത് എന്ന് പറയും. ഇദ്ഗാം ചെയ്തതാണ് ലാമിനെ നൂനിലേക്ക്. പക്ഷെ ഇവിടെ തത്വത്തിൽ സംഭവിച്ചതെന്താ വെച്ചാൽ നൂനെന്തായി? ഇരട്ടിയായി. ഈ നൂനിനൊരു പ്രത്യേകത ഉണ്ട്. നൂനിന് ഉന്നത്ത് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്.
ഉന്നത്ത് എന്ന് പറഞ്ഞാൽ മൂക്കിലൂടെ ഉള്ളൊരു മുഴക്കം. അതൊക്കെ നമ്മൾ മുന്നേ വിശദീകരിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇൻ എന്ന് പറയുമ്പോൾ മൂക്ക് പൊത്തി നോക്കിയാൽ ആ ശബ്ദം പുറത്തേക്ക് വരില്ല, നൂനിൻ്റെ ശബ്ദം പുറത്തേക്ക് വരില്ല. ഇൻ എന്താ വെച്ചാൽ എന്ന് പറയുമ്പോൾ മൂക്കിലൂടെ ഒരു ശബ്ദം വരുന്നുണ്ട്, ഒരു മുഴക്കം വരുന്നുണ്ട്. അതിനെ പറയാം ഉന്നത്ത് എന്നാണ്. ഉന്നത്ത് എവിടുന്നാണ് വരുന്നത് വെച്ചാൽ ഉന്നത്ത് മൂക്കിലൂടെയാണ് വരുന്നത്, മൂക്കിലൂടെ വരുന്നത്. അപ്പം ആ ഉന്നത്തെ ഇരട്ടിക്കും. കാരണം നൂനെ ഇരട്ടിച്ചു. വന്നാശിറാത്തി വന്നാശിറാത്തി നശ്റാ. വേറെ അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. വന്നാശിറാത്തി നശ്റാ ഫൽഫാരിഖാത്തി ഫർഖാ. അതില്ലേ നാലാമത്തെ ആയത്തിൽ ഫൽഫാരിഖാത്തി ഫർഖ എന്നതിൽ എത്ര റാ ഉണ്ട്? 2 റാ ഉണ്ട് അല്ലേ? ഒന്ന് ഫാ കഴിഞ്ഞിട്ട് രി, രണ്ടാമത്തത് അടുത്ത ഫാ കഴിഞ്ഞിട്ട് ഒന്ന് കെസറുള്ള റാ ആണ് രി, മറ്റേത് സുക്കൂണുള്ള റായാണ്. രണ്ടും ഒരേപോലെയാണോ നമ്മൾ ഉച്ചരിക്കാറുള്ളത്? അല്ല. ഒന്നാമത്തതൊന്ന് തർക്കേക്ക് ചെയ്തിട്ട് ലോലമായിട്ടാണ് ഉച്ചരിക്കുക. ഫാറിഖാത്തി അങ്ങനെ പറയില്ല, കനത്ത് പറയില്ല. ഫാറിഖാത്തി എന്ന് പറയില്ല. ഫാരി രി രി രി. റോ എന്നുള്ള അക്ഷരം എവിടെ നിന്നാണോ വരേണ്ടത്, നാവ് എവിടെ തട്ടുമ്പോഴാണോ എന്ന ശബ്ദം വരുന്നത് അവിടെ നിന്ന് തന്നെ വരുന്നത്. പക്ഷെ ഒന്ന് ലോലമായിട്ട് മൃദുവായിട്ടാണ് പറയാം, തർക്കയ്ക്ക് ചെയ്തിട്ടാണ് പറയാം. ഫാരി കെസറ് വരുമ്പോൾ അങ്ങനെയാണ്. എന്നാൽ രണ്ടാമത്തെ ഫർ എന്നുള്ളതോ ഫർ എന്ന് തർക്കയ്ക്ക് ചെയ്തില്ല, ഫർ അത് കനത്തിൽ തന്നെ വരുള്ളൂ. ഫർഖ രണ്ടും 2 രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത് അർത്ഥം. ഫൽ ഫാരിഖാത്തി ഫർഖ ഫൽ ഫാരിഖാത്തി ഫർഖ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്നാശിറാത്തി നശ്റൻ എന്ന് പറഞ്ഞ് ചേർത്ത് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് മണിക്കണം. വന്നാശിറാത്തി നശ്റൻ ഫ നശ്റൻ ഫ നശ്റൻ ഫ. ആ നിയമം എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ വിശദമായിട്ട് പറയാം, തൻവീൻ്റെ നിയമം ഇൻഷാ അല്ലാഹ്. അപ്പോൾ 4 ആയത്തുകളാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. 4 ആയത്തുകളിൽ അള്ളാഹു സത്യം ചെയ്യാണ്. ഒന്ന് സത്യം ചെയ്യുന്നത് അയക്കപ്പെടുന്നതിനെ കൊണ്ടാണ്, എന്നിട്ട് അടിച്ചു വീശുന്നതിനെ കൊണ്ടാണ് രണ്ടാമത്തതിലേക്ക്. പിന്നെ മൂന്നാമത്തേൽ സത്യം ചെയ്യുന്നത് നെഷറ ചെയ്യുന്നതിനെ കൊണ്ടാണ്, ഒരു നെഷറ ചെയ്യൽ. നാലാമത്തതിൽ എന്നിട്ട് ഫ എന്നിട്ട് വേർതിരിക്കുന്നവ അല്ലെങ്കിൽ വിഭജിക്കുന്നവ തന്നെയാണ് സത്യം. ഫിൽ ഫാരിഖാത്തി ഫറഖ എന്ന് പറഞ്ഞാൽ വിഭജിച്ചു, വേർതിരിച്ചു എന്നൊക്കെയാണ് അർത്ഥം. വേർതിരിക്കുന്നവ തന്നെയാണ് സത്യം. ഫർഖൻ ഒരു വേർതിരിക്കൽ അല്ലെങ്കിൽ ഒരു വിഭജിക്കൽ, വിഭജിക്കുന്നവ തന്നെയാണ് സത്യം. ഇത്രയാണ് അതിൻ്റെ ആശയം. ഇൻഷാ അല്ലാഹ് വിശദീകരണം നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ കൂടുതലായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നമ്മൾക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ നബിയിൽ കരീം. അൽഹംദുലില്ലാഹ്.